ഹലോ ഗണേശ, ഓ പൈസക്ക് വരും കേട്ടോ, കൊടുക്കരുത് കേട്ടോ. ഓ ഇപ്പൊ ഉണ്ട് ഇവിടെ. ഓ മഹാ തിരകടയാ, പണ്ടാർക്കെല്ലാം കൊടുക്കരുത്. ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്തോളാം, ഈ കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ മറ്റും വിളിക്കേ, ഏത് നമ്മുടെ ഗൾഫിൽ നിന്ന് വന്നോനെ, ഓനൊരു 10,000 കൊടുത്താള്. ഓനെ കൊണ്ടൊരു ഗുണുണ്ട്, അപ്പൊ എനക്കറിയാലോ. അത് കുഴപ്പമില്ലേ. അപ്പൊ പിന്നെ ഞാൻ വൈകുന്നേരം അങ്ങോട്ട് വന്ന് അവിടെ വന്നിട്ട് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. ഹലോ, ഇതാരാണപ്പാ? താനെന്തിനാണ് വെച്ചിരിക്കുന്നത്? നിങ്ങളല്ല ആദ്യം തുടങ്ങിയേ. അത് ശരി, ഞാൻ ചിരിച്ചാ താൻ ചിരിക്കണമെന്നുണ്ടോ? അല്ല, ആരാന്ന് മനസ്സിലാവത്തിനെ കൊണ്ട് ചിരിച്ചതാ. ആരാന്ന് മനസ്സിലായില്ലെങ്കിൽ ഉടനെ ചിരിക്കുക? ഇല്ലില്ല, അറിയാതെ ചിരിച്ചു പോയതാ. മനസ്സിലായില്ല? ഞാൻ നോക്ക്. ഇതെന്ത് കോലാണപ്പാ? നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ പിച്ചന്റെ വശത്തിന് ഇറങ്ങിയതാ? എടോ, ഇത് ഞാനാണ് കാലൻ. ഏത് കാലേ? നീ എത്ര കാലിനെ അറിയും? നമ്മളെ ജീവനൊക്കെ കൊണ്ടുവന്നൊരു കാലനില്ലേ, ആ കാലിനെ അറിയൂ? എടോ, ആ കാലം തന്നെയാണ് ഞാൻ. അത് ശരി, ആ കാലം തന്നെയാ. ആദ്യമായിട്ട് കാണുക. ഇതെന്താ ഇവിടെ നമ്മൾ അട്ടക്കൊണ്ടുപറമ്പില്? ഞാൻ ഇവിടെ ഒരാളെ കൊണ്ടുപോകാൻ വന്നാണ്. ഇവിടെയോ? അതാരാണ്? ഇവിടെ തനിക്കൊരു സുരേഷിനെ അറിയോ? ഇവിടെയോ? ഒരു സുരേഷോ? ഈ അട്ടക്കൊണ്ടുപറമ്പില് ഒരു 14-15 സുരേഷ് ഉണ്ട് ഇവിടെ. അതല്ല, കൃത്യമായിട്ട് പറയാം. അഡ്രസ് പറയ്. സുരേഷ്, സൺ ഓഫ് പത്മതലാക്ഷൻ, വയസ്സ് 31. ഓ, നമ്മളെ പത്മതലാക്ഷന്റെ മോൻ, സൈക്കിളിന്റെ റിപ്പയർ സുരേഷ്. അറിയുമോ? ഓൻ നമ്മളെ കമ്പനി അല്ലേ? ഓനെന്താ? അയാളെ കൊണ്ടുപോകാൻ വന്നാണ്. സുരേഷിനെയോ? അയാളുടെ സമയമായി. സുരേഷിന് ഒരു സൂക്കേടും കൂടി ഇല്ലല്ലോ. ഓനെ ഇന്നലെ വൈകുന്നേരം കൂടി നമ്മൾ കണ്ടതാ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, എന്നാലും അതൊരു കണ്ണിച്ചോരില്ലാത്ത കൊണ്ടാക്കലായി പോകും കാല. അതെന്താ? അല്ല, അതെന്താന്ന് ചോദിച്ചാല് ഇന്നാട്ടിലിപ്പോ കള്ളുടിക്കാത്ത പുകവലിക്കാത്ത ഒരൊറ്റ ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അത് സുരേഷ് മാത്രമേ ഉള്ളൂ. എടോ, അതൊന്നും ഒരു കാരണമല്ല. തനിക്ക് ആളെ അറിയുമോ? ആളെ അറിയുമെങ്കിൽ ഒന്ന് കാണിച്ചു വന്ന വലിയ ഉപകാരമായിരിക്കും. ഇനിയിപ്പൊ തപ്പിപ്പിടിച്ചുകൊണ്ട് വരാമെന്നും വയ്യ. അല്ല, അറിയാഞ്ഞിട്ടല്ല. ആദ്യം ഞാൻ ഓനൊന്ന് വിളിച്ചോക്കട്ടെ, എന്നിട്ട് ഓനോട് ഇങ്ങോട്ട് വരാൻ പറയാം. അപ്പോ നിങ്ങൾ അങ്ങോട്ട് പോവുകയും വേണ്ട. റോഡിലാണെങ്കിൽ ആകെ കുണ്ടും കുയ്യാണ് താനും. പിന്നെ ഞാനാണെങ്കിൽ ഒരാളെ കൊണ്ടുപോകുന്ന ഇതുവരെ കണ്ടിക്കും കൂടിയില്ല. ഏത് കാലിനൊരു പണി. നിങ്ങൾ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് വന്നല്ലേ, ഒരു മോരുമളം കുടിക്കേ. സുലൈമാനെ, ഇത് കാലം വന്നിങ്ങട് നമ്മുടെ നാട്ടില് ഒരു മോരുമളം കൊടുത്താള്. ഒരു മോരുമളം കുടിക്കുന്നത് നട്ടുച്ചല്ലേ. ഞാൻ ഓനൊന്ന് വിളിച്ചോക്കട്ടെ. ശരി. സുരേഷിന്റെ കാര്യം അതൊക്കെ ആയോ പഠിച്ചോനെ? സുരേഷേ, എടാ കാലം വന്നിക്കടാ നമ്മുടെ നാട്ടില്. അന്നെ കൊണ്ടുപോകാൻ വന്നിക്കടാ. ഇതാ മോരുമളം കുടിക്കണ നമ്മളെ സുലൈമാന്റെ പിടിയല്ലേ. കൊമ്പും കയറൊക്കെ ഉണ്ട്. അന്നെ തിരക്കി പത്മതലാക്ഷന്റെ മോൻ എന്നൊക്കെ പറഞ്ഞിക്കടാ. ഈ ഒരു കാര്യം ചെയ്ത് ഈ വേഗം വിട്ടാള്, എവിടെങ്കിലും പോയി ഒളിച്ചാള്. വീട്ടിൽ നിൽക്കല്ലേ. നീ പോകുന്നവരെ ഞാൻ എങ്ങനെങ്കിലും മൂപ്പരെ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഈ എവിടെയെങ്കിലും പോയി വിട്ടാള്. ഇവിടെ നിന്ന് നിൽക്കല്ലേ. കൈങ്കിലും കേരളം വിട്ടാള്. 2-3 മുണ്ടും കുപ്പായൊക്കെ എടുത്തോട്ടോ. ഏതെങ്കിലും കിട്ടുന്ന വണ്ടിക്ക് കയറി വിട്ടാള്. ഇവിടെ നിൽക്കല്ലേ. അപ്പൊ പിന്നെ എല്ലാം പറഞ്ഞ പോലെ. എങ്ങനെയുണ്ട് മോരുമ്പള്ള? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മറ്റേതെന്തായി സുരേഷിന്റെ കാര്യം? സുരേഷ് ഇപ്പൊ വരും. ഓ ഇങ്ങോട്ട് വരാന്ന് ഞാൻ വിളിച്ചപ്പോ ഓൻ കുളിച്ചോണ്ടിരിക്കുക. കുളി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞ്. അത് നന്നായി. നിങ്ങൾക്ക് ഇനി ഓനെ ആടെ കൊണ്ടുപോയിട്ട് കുളിപ്പിക്കാൻ വേണ്ടല്ലോ. ഓൻ വരട്ടെ. വരുന്നവരെ നമുക്ക് 1-2 പറഞ്ഞിങ്ങനെ നിൽക്കുകയും ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾ ശരിക്കും കാലം തന്നെയാ? തനിക്കെന്തോടോ ഒരു സംശയം? എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫീൽ ചെയ്യുന്നു. ഇതാ നോക്ക്. ഓ, കാടൊക്കെ ഉണ്ടല്ലേ. ഇതാ നിങ്ങളും പോത്തു. നിങ്ങളെക്കാളും നല്ലത് പോത്ത് തന്നെയാ. അല്ല, പോത്തിനെ കൂട്ടിയില്ല? ഇന്നത്തെ കാലത്ത് ഈ റോഡിലൂടെ എങ്ങനെയാണ് പോത്തിനെ കൊണ്ടുവരുന്നത്? കൊണ്ടുവരാ തന്നെ നല്ലത്. കംപ്ലീറ്റ് ജപ്പാൻ കുയ്യ. അതിൽ വീണാൽ നിങ്ങളെയോ പോത്തിനെ ആരെങ്കിലും ഒന്നിനെ കിട്ടൂ. അതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോത്തിനെ കൊണ്ടുവരാറുന്നത്. അല്ല കാല, അല്ല കലേട്ടാ. എന്ത്? അല്ല കാലം സാറേ, എന്തെന്നാ വിളിക്കണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഈ കൊമ്പും മനുഷ്യനെല്ലാം കൂടി അതിനെ കൊണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടുന്ന് ഒരാളെ കൊണ്ടുപോയാ എന്ത് കിട്ടൂ? അല്ല ഇവിടുന്ന് ഒരാളെ പരലോകത്തേക്ക് കൊണ്ടുപോയാ എന്ത് ചിക്കിൽ കിട്ടൂ? എടോ, ഞാനിത് പ്രതിഫലത്തിന് വേണ്ടി ചെയ്യുന്നതല്ല, ഇതെന്റെ കർമ്മമാണ്. അത് ശരി. അപ്പൊ പൈസ ഒന്നും കിട്ടൂലല്ലേ? വെറുതെ തന്നെ കൊണ്ടുപോവാ? ഇവിടുന്ന് ആരും അപ്പണി എടുക്കൂല. പൈസക്ക് പണിയെടുക്കൂ.
പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഞങ്ങള് മൂക്കിൽ പഞ്ഞൊക്കെ വെക്കൂ? ആ, ഞങ്ങൾ അതൊക്കെ എടുത്തു മാറ്റും. നിങ്ങളൊക്കെ എടുത്തു മാറ്റൂ? അത് ശരി. അപ്പൊ കാലിന്റെ കെട്ടോ? കാലിന്റെ കെട്ടോ എടുത്തു മാറ്റും. തലമക്കൂടി ഇങ്ങനെ ഒരു കെട്ടുണ്ടല്ലോ, അതോ? എടോ, ഇതെല്ലാം നിങ്ങൾ മനുഷ്യണ്ടാക്കുന്ന പണികളല്ലേ, ഞങ്ങളതെല്ലാം അവിടെ ചെല്ലുമ്പോ എടുത്തു മാറ്റും. അത് ശരി. അപ്പൊ ഞമ്മള് വെറുതെ ഇടുന്ന് പണിയെടുക്ക, നിങ്ങളതെല്ലാം എടുത്തു മാറ്റും. ഫുള്ള് വിറ്റ. അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മളെ പ്രേം നസീർ അടയടിയാനോ? പ്രേം നസീർ സ്വർഗത്തിലാണ്. അത് ശരി, സ്വർഗത്തിലാ? സ്വർഗത്തിൽ തന്നെയാവണോ? മൂപ്പര് നല്ല മനുഷ്യനില്ലേനോ? പിന്നെ നമ്മളെ വീരപ്പൻ എടിയാനോ? വീരപ്പൻ നരകത്തിലാടും. നരകത്തിൽ തന്നെയാണോ? എന്തെല്ലാം ഗുലുമാല ഉണ്ടാക്കിന്റെ ഇടുന്ന് പോയി കളഞ്ഞത്? ചോദിക്കുന്നതിനെ കൊണ്ടൊന്നും വിചാരിക്കരുത്. നമ്മളെ സിൽക്ക് സ്മിത എടിയാനോ? ആര്? നമ്മളെ സിൽക്ക് സ്മിത ഇല്ലേനോ? അവൾ അവിടെ ബാറിൽ ഡാൻസറാണ്. അത് ശരി, ഡാൻസ് തന്നെ ആടിയോ? എന്താണാവോ ഒന്ന് കാണാൻ പറ്റുക? ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുന്ന ഞാനും ചിത്രഗുപ്തനും. നിങ്ങൾ രണ്ടാളും കൂടിയാ? നിങ്ങളാ തീരുമാനിക്കുന്നല്ലേ? ഞങ്ങൾ അങ്ങനെ എല്ലാവരെയും ഒന്ന് കടത്തിവിടില്ല. ഞങ്ങളെ അവിടെ വന്ന് സന്തോഷിപ്പിക്കുന്നവരെ മാത്രമേ സ്വർഗത്തിലേക്ക് കടത്തിവിടുകയുള്ളൂ. അല്ല, നമ്മൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ഞാൻ എന്നെങ്കിലും അവിടെ വരികയാണെങ്കിൽ എന്നെ മെല്ലെ ഒന്ന് സ്വർഗത്തിലേക്ക് ആക്കി തരണം. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞങ്ങളെ വേണ്ട രീതിയിൽ കാണണം. ഓ, അത് നമുക്ക് പൊട്ടിക്കാലോ. എങ്ങനെ? അല്ല, നമുക്ക് പൊട്ടിക്കാലോ. എടോ, താൻ എന്തുകൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാനൊരു രാജാവാണ്, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. താനൊരു കുപ്പി എടുത്ത് കാണിക്കുമ്പോഴേക്കും അങ്ങോട്ട് വീഴുന്ന ആളല്ല ഞാൻ. അല്ല, അതുകൊണ്ടല്ല. ആ, കുറെ നേരമായി താൻ മനുഷ്യരെ സ്വൈര്യപ്പെടുത്താൻ തുടങ്ങിയിട്ട്. നിന്റെ പേരെന്താണ്? അല്ല, ഞാൻ ഉണ്ടോ? ഞാൻ ഉണ്ടാവില്ല. നിന്റെ പേരെന്താ? ഞാൻ ഉണ്ടാവില്ല. തന്റെ പേര് പറ. പേര് കുട്ടികൃഷ്ണ. അച്ഛന്റെ പേരെന്താ? ഗോവിന്ദനാ? അല്ല, ശിവാനന്ദൻ. ശിവാനന്ദൻ. ഉണ്ടോ? നമ്മളെ പേരുണ്ടോ? ഇല്ല, 10 വർഷത്തേക്കില്ല. രക്ഷപ്പെട്ട് പേടിപ്പിച്ചളഞ്ഞ് പഹേ. ആ ബാബുവേ. ഓ കുട്ടികൃഷ്ണ, ഇതാരാണ്? ഇതാരാന്ന് മനസ്സിലായില്ലേ? ഇതെന്താ പ്രച്ഛന്ന വേഷമോ അതോ പൊറോട്ട് നാടകമോ? പൊറോട്ട് നടന്നല്ല, കാലനാണ്ടാ. കാലൻ, നമ്മളെ കൊണ്ടുവന്ന കാലനില്ലേ? ഏത് കാലൻ? നമ്മളെ ജീവനൊക്കെ കൊണ്ടുവന്ന കാലേ. അതിവനാ? ആ, നമ്മളെ സമയൊക്കെ ചോദിച്ചാ പറഞ്ഞുതരൂ. സമയം ചോദിച്ചാലോ? ബോസ്, സമയം എത്രയായി? ഇപ്പൊ സമയം എത്രയെന്നല്ല, അന്റെ സമയം എത്ര ബാക്കിയുണ്ടെന്ന് ചോദിച്ചാ പറഞ്ഞുതരൂ. ബോസ്? ബോസ് എന്ന് വിളിക്കരുത്, കാലൻ സാറേ എന്ന് വിളിക്കണോ. സാറോ? ഏത് സ്കൂളിലെ? സ്കൂളിൽ പഠിപ്പിക്കുന്നൊന്നുമില്ല, ഒരു ബഹുമാനത്തിന് വിളിക്കുന്നല്ലേ. ഒന്ന് നോക്കി നോക്ക്. കാലൻ സാറേ, ഇത് ബാബു, നമ്മുടെ സുഹൃത്താന്ന്. നിങ്ങൾ കുട്ടികളിക്ക് നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ലില്ല, ഇതും കൂടിയുള്ളൂ. നല്ല ചൂടനാണല്ലോ. നിനക്ക് എത്രയുണ്ട്? എനിക്ക് 10 കൊല്ലോ. അനക്ക് പേടിയുണ്ടാ നോക്കാൻ? എനിക്ക് പേടിയൊന്നുമില്ല. തറവാട്ട് പേര് പറ. എന്റെ തറവാട്ട് പേര് തായ്ക്കര. ഓന്റെ അച്ഛന്റെ പേര് കൃഷ്ണൻ. കൊച്ചുകൃഷ്ണൻ. 32. 32 വർഷം. നിന്നെക്കാൾ 22 വർഷം കൂടുതൽ. 32 വർഷം. രക്ഷപ്പെട്ടല്ലോ ബാബുവേ. പിന്നെന്താ വേണ്ടേ? പോകാൻ പറടാ. 32 വർഷമല്ല, 32 ദിവസം. അയ്യോ കുട്ടികൃഷ്ണ, എന്താണ് ഈ പറയുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. ഇത് ഉറപ്പാണോ? ഇത് ഉറപ്പാണോ? സത്യമാണോ പറയുന്നേ? നീട്ടിക്കിട്ടുമോ? നീട്ടിക്കിട്ടുമോ? നീട്ടാനൊന്നും പറ്റില്ല. കുട്ടികൃഷ്ണ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടോ? നല്ല പോലെ പോകുന്ന ചങ്ങായെ പിടിച്ചിട്ട് വെറുതെ ബേജാറാക്കിയല്ലോ. ഇനി ഇതുപോലെ ആരെയും കൂട്ടിക്കൊണ്ട് വരരുത്. ഒറ്റ മിനിറ്റ്. മൊബൈലൊക്കെ ഉണ്ടല്ലോ കയ്യില്. ആ ചിത്രഗുപ്ത, ഇല്ലില്ല, ഞാൻ സ്ഥലത്തെത്തി. ആളെ ഇതുവരെ കിട്ടിയില്ല. ചെറിയ കൺഫ്യൂഷൻ. അത് കുഴപ്പമില്ല, ഇപ്പൊ ശരിയാവും. ഇപ്പൊ കിട്ടും. ഞാൻ നോക്കട്ടെ. ആ ശരി, ഞാൻ വിളിക്കാം. എടോ, ആ ചിത്രഗുപ്തിനെ അവിടെ ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ? സുരേഷ് എവിടെ? സുരേഷ്, നമുക്ക് നോക്കാം. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ആ, വിളിച്ചു നോക്ക്. ഞാൻ അപ്പോഴേക്കും ഒരു SMS അയക്കട്ടെ. ആർക്ക്? ചിത്രഗുപ്തന്. SMS അയക്കണോ പോലും? എന്ത് കാലാണപ്പാ. ഇവൻ പോയിട്ടുണ്ടാവോ? ആ സുരേഷേ, എന്തായി? റെയിൽവേ സ്റ്റേഷനിലോ? കിട്ടിയോ? വണ്ടി കിട്ടിയോ? ഓ, കഴിച്ചിലായി. എങ്ങോട്ടാ? മദ്രാസിലേക്കോ? ആ, അതന്നെയാണല്ലേ. കേരളം വിട്ടാളാ. സീറ്റൊന്നും കിട്ടൂല. ജനൽ തന്നെ കയറിക്കോ. പിന്നെ ഈ അവിടെ ചെന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കണേ. എത്ര മണിക്ക് അടുത്തു? 4:30 മണിക്കല്ലേ? അടച്ചെത്തിട്ട് വിളിക്കണേ. ആയിക്കോട്ടെ. ആ, ഓ, കാലം പോയിന്തായി. എടോ, എന്തായി? എന്ത്? എടോ, സുരേഷിന്റെ കാര്യം. ഏത് സുരേഷ്? ഏത് സുരേഷ് എന്നോ? എടോ, നിന്റെ സുഹൃത്ത് ഇവിടുത്തെ അട്ടക്കുന്ന് പറമ്പിലെ പന്മദാസിന്റെ മകൻ സുരേഷ്, വയസ്സ് 31. ചിരിക്കുന്നു. ഇന്റെ കാല, ഈ എന്റെ അടുത്തല്ലേ വന്ന് പെട്ടെ? ഈ കുട്ടീഷിന്റെ മുമ്പിൽ വന്ന് പെട്ടോരാരും കഴിച്ചിലായി പോയിക്കില്ല. സുരേഷിനെ ഞാൻ നാട് കടത്തിയോ? എങ്ങോട്ട് നാട് കടത്തി? കാല, നിങ്ങള് നേരത്തെ മോരുമളം കുടിച്ചില്ലേ? അഗ്യാപ്പില് ഞാൻ പ്ലാനറ്റ് ഓനെ ഇടുന്ന് മാറ്റി. എങ്ങോട്ട് മാറ്റി? ഓനെ ഇടുന്ന് പാക്ക് ചെയ്ത്. എങ്ങോട്ട് പാക്ക് ചെയ്തു? ഓനെ മദ്രാസിലേക്ക് നമ്മൾ നാട് കടത്തി. എവിടെ?
മദ്രാസില്. ആര്? സുരേഷ് കുമാർ മദ്രാസിലെത്തി? ആ ഏ ആ ഓ നാളെ 4:30 മണിക്ക് മദ്രാസിലെത്തു. അവൻ നാളെ 4:30 മണിക്ക് മദ്രാസിലെത്തും? ഷുവർ? ആ ഉറപ്പല്ലേ? ആ എന്താ കാലം എന്താക്കിച്ചിരിക്കുന്നേ? അവൻ പോയില്ലേ? എടോ കുട്ടിക്കൃഷ്ണ, വിവരമില്ലാത്തവനെ, താൻ എന്താണോ കരുതിയത്? ഈ കാലിനായി ഞാൻ വെറും പൊട്ടനാണ്. എടോ, ഈ പറയുന്ന സുരേഷ് കുമാർ പരമദാശന്റെ മകൻ അട്ടക്കുന്ന് പറമ്പ്, വയസ്സ് 31, 4:30 മണിക്ക് മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ നാളെ വണ്ടി ഇറങ്ങുമ്പോൾ അവിടെ നിന്നും കാല് തെറ്റി പാളത്തിലേക്ക് വീണ് ട്രെയിൻ കയറി മരിക്കാനുള്ളത്. ഈ സമയമായിട്ടും അവനെന്താ ഈ നാട്ടിൽ കിടന്ന് കറങ്ങി കറങ്ങി കളിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഏതായാലും എനിക്ക് സന്തോഷമായി. താനായിട്ട് അവനെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചല്ലോ. ഇനിയിപ്പോൾ ഞാൻ നേരെ മദ്രാസ് എത്തുമ്പോഴേക്കും സുരേഷ് കുമാർ മരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നും അവന്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ട് ഞാൻ പരലോകത്തിലേക്ക് പോകും. എടോ, സംഭവിക്കാനുള്ളത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കേണ്ട പോലെ സംഭവിക്കും. എപ്പടി? എടാ പണ്ടാര കാല സുരേഷേ